ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 13 മുതൽ 15 വരെ. മത്തായി 13 മുതൽ 15 വരെ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾക്ക് കടുമയേറിയ ശിക്ഷാവിധി വരും. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറെ ഗൗരവമായി ശാസ്ത്രിമാരെയും പരീശന്മാരെയും കർത്താവ് മതപരമായ വിമർശനം നടത്തുന്നതാണ് ഈ ഭാഗം. ഗിരിപ്രഭാഷണത്തിലെ 8 സൗഭാഗ്യങ്ങൾക്ക് സമാന്തരമായി 7 ദുരിതങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതായത് ഭീതി ജനിപ്പിക്കുന്ന ഈ ദുരിതങ്ങളുടെ ഘടന പ്രവാചകന്മാരുടെ ശൈലി പ്രതിബിംബിപ്പിക്കുന്നതാണ്. യെശയ്യാ പ്രവചന പുസ്തകത്തിലും ഇരമ്യാവിലും എഗസ്കേലിലുമൊക്കെ നമ്മൾ കാണുന്ന നിശിതമായ വിമർശനം മത നേതൃത്വത്തിനെതിരെയും ഇസ്രായേൽ മക്കൾക്കെതിരെയും നടത്തിയിട്ടുണ്ട്. അതിന് സമാനമായ വിധത്തിലാണ് കർത്താവ് അർത്ഥശങ്കയില്ലാതെ ഇവിടെ വിമർശനം നടത്തുന്നത്. ദൈവരാജ്യം കൊട്ടിയടയ്ക്കപ്പെടുന്ന കപട നാട്യക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരും, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ കൈവശം വച്ചിരിക്കുന്ന മതനേതൃത്വം അത് തുറക്കാതെ വച്ചിരിക്കുകയാണ്. ജനങ്ങൾക്ക് അതിൽ പ്രവേശിക്കാൻ കഴിയാത്ത വിധം അവർ സ്വർഗരാജ്യത്തിൻ്റെ വാതിലുകൾ അടച്ചു കളയുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അറിവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ താക്കോലാണ് അവരെടുത്തു മാറ്റുന്നത്. ദൈവത്തെ സമീപിക്കുന്നതിനുള്ള ജ്ഞാനത്തിൻ്റെ വഴികളെല്ലാം അവരടച്ചു കളയുന്നു. യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണത്തോടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദൈവഭരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന സ്വർഗരാജ്യം. പരീശർ യേശുവിൽ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാൻ താല്പര്യമുള്ളവരെ പിന്തിരിപ്പിക്കുകയും വിശ്വസിക്കുന്നവർക്ക് യഹൂദ മതത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ അവരിൽ നിന്ന് എടുത്ത് ശിഷ്യന്മാർക്ക് നൽകുന്ന വിധത്തിലാണ് കർത്താവിൻ്റെ പല ഉപദേശങ്ങളും നമ്മൾ കാണേണ്ടത്. മറ്റൊരു ദുരിതം അവരെക്കുറിച്ച് പറയുന്നത് മതപരിവർത്തനത്തിൻ്റെ ഭ്രാന്തബുദ്ധിയാണ്. യഹൂദരുടെ പ്രേഷിത പ്രവർത്തനം പുതിയ നിയമ കാലഘട്ടത്തിൽ വളരെ സജീവമായിരുന്നു. അതായത് പാലസ്തീന് പുറത്തുള്ള യഹൂദർ അവരുടെ ഇടയിൽ പ്രേഷിത പ്രവർത്തനം നടത്തിയത് പിന്നീട് വിശുദ്ധ പൗലോസിനെ അവിടങ്ങളിൽ യേശുവിൻ്റെ സദ്വാർത്ത പ്രചരിപ്പിക്കാനുള്ള ഒരു സാധ്യതയായിരുന്നു. തീക്ഷ്ണമായ ഈ പ്രേഷിത പ്രവർത്തനത്തിന് അന്ത്യം കുറിച്ചത് AD 70 യഹൂദ യുദ്ധമാണ്. യഹൂദ മതത്തിൽ ഒരു പുതിയ അംഗത്തെ ചേർക്കുന്നത് 3 ഘട്ടങ്ങളുള്ള പ്രക്രിയയിലൂടെയാണ്. ഒന്ന് സ്നാനം, മറ്റൊന്ന് പരിച്ഛേദന, മറ്റൊന്ന് ദേവാലയത്തിൽ സമർപ്പണം. ഈ പ്രക്രിയയിലൂടെ യഹൂദനായി തീരുന്ന ഏത് വ്യക്തിക്കും ജന്മന യഹൂദനായ ഒരാളുടെ അവകാശങ്ങളും കടമകളും ഉണ്ടായിരുന്നു. എന്നാൽ പുതുതായി മതം സ്വീകരിച്ച വ്യക്തികൾ കൂടുതൽ ആവേശം കാണിക്കുകയും കാർക്കശ്യ മനോഭാവം പുലർത്തുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. നിസ്സാര കാര്യങ്ങളിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം മതത്തിൻ്റെ അന്തസത്ത. അതുകൊണ്ട് അവനെ നിങ്ങളുടെ ഇരട്ടി നരകസന്തതിയാക്കി തീർക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതൊരു വളരെ ശക്തമായ ശാപമായി വേണമെങ്കിൽ കരുതാം.
ഇത്ര നീണ്ട ഘട്ടങ്ങളിലൂടെ ഒരാളെ മതത്തിൽ ചേർത്തതിന് ശേഷം അവനെ അവർ ഇരട്ടി നരക സന്തതിയാക്കുന്നു. മറ്റൊരിടത്ത് കർത്താവ് പറയുന്നത്, കുരുടനെ വഴി കാണിച്ചാൽ രണ്ടുപേരും കുഴിയിൽ വീഴും എന്നതാണ്. പരീശന്മാരെ കർത്താവ് വിമർശിക്കുന്നത് അവരുടെ പഠിപ്പിക്കലിനെ സംബന്ധിച്ച കാര്യങ്ങളിലൂടെയാണ്. ഈ 6 ആദ്യത്തെ 3 പരീശന്റെ പഠിപ്പിക്കലിനെ കുറിച്ചുള്ളതാണ്. ഒടുവിലത്തെ 3 സ്വഭാവ സംബന്ധമായിട്ടുള്ളതാണ്. 4 സ്ഥിരതയില്ലാത്ത പരിവർത്തനമാണ്. 6 പ്രാവശ്യം കപടഭക്തിക്കാരെന്നും 7 പ്രാവശ്യം ഹാ കഷ്ടമെന്നും കർത്താവ് പറയുന്നു. ഇവരെക്കുറിച്ച് പറയുന്നത്, ഇവർ സ്വർഗരാജ്യത്തിൽ കടക്കുന്നില്ല എന്ന് മാത്രമല്ല, കടക്കാൻ ആഗ്രഹിക്കുന്നവരെ തടയുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ്. ഏക വഴി താൻ മാത്രമാണെന്നും കർത്താവ് വ്യക്തമാക്കുന്നുണ്ട്. അനേകർക്കും രഹസ്യ പ്രാർത്ഥനയില്ല. അവസരം കിട്ടിയാൽ നിർത്തില്ലാതെ നീണ്ട പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. കർത്താവ് പറയുന്നത് കാപഢ്യമാണ്. അവസരം കിട്ടിയാൽ വിധവമാരെ എന്നല്ല, അവരുടെ വീട് പോലും വിഴുങ്ങിക്കളയുന്ന മനോഭാവമുള്ള ആളുകൾ എത്ര നീണ്ട നേരം പ്രാർത്ഥിച്ചിട്ടും അത് പ്രയോജനരഹിതമാണെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. വർത്തമാനകാല ജീവിതത്തിൽ ആരാധനയും ഭക്തിയും വിശ്വാസവും വെച്ചു പുലർത്തുന്ന നമുക്കും നമ്മുടെ നേരെയും ഈ ഒരു വിമർശനം കർത്താവ് തൊടുത്തുവിടുന്നുണ്ടാവാം. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ അന്തസത്തയും പ്രമാണങ്ങളുടെ അന്തസത്തയും പൂർണ്ണമായി മനസ്സിലാക്കി കർത്താവിനെ ആരാധിക്കാനും നമ്മുടെ വിശ്വാസത്തിൻ്റെയും ആരാധനത്തിൻ്റെയും പ്രതിഫലനം മറ്റുള്ളവരോടുള്ള മനോഭാവത്തിൽ പ്രകടമാകുകയും ചെയ്താൽ തീർച്ചയായും ദൈവം നമ്മുടെ വിശ്വാസത്തെയും പ്രാർത്ഥനയെയും അംഗീകരിക്കും. മറ്റൊരു ശാസ്ത്രിയാകാതെയും മറ്റൊരു പരീശനായി തീരാതിരിക്കാനും നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നിസ്വാർത്ഥമായി ജീവിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ യഥാർത്ഥമായി അങ്ങയെ പിൻപറ്റുവാനും വിശ്വസിപ്പാനും ആരാധിപ്പാനുമുള്ള കൃപ നൽകണമേ. ഞങ്ങളുടെ കാപഢ്യം മാറ്റി ഞങ്ങളുടെ അന്തര ഇന്ദ്രിയങ്ങൾ പൂർണ്ണമായും ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടവരായി വിശ്വാസത്തിലും പ്രാർത്ഥനയിലും പ്രവൃത്തിയിലും ഒരുപോലെ ദൈവരാജ്യത്തിൻ്റെ മാതൃകകളായി തീരാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള മനോഭാവം കാത്തുസൂക്ഷിപ്പാനും പുലർത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. യേശുമശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.